ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സിന്ധു ബാലൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീനച്ചാറാണ്. മത്തി കൊണ്ടാണിത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1/2 കിലോ ചെറിയ മത്തി വെട്ടിക്കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി മുറിച്ചതാണ്. ഈ മത്തി ഞാൻ 3ആയിട്ടാണ് ഒരെണ്ണം മുറിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 1 മണിക്കൂർ വെക്കണം. പിന്നെ അതിൻ്റെ കൂടെ 2 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും 7-8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞതും അല്പം കറിവേപ്പിലയുമാണ്. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് മത്തി കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കണം. നല്ലപോലെ മൊരിഞ്ഞ് വേണം വറുത്തെടുക്കാൻ. ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് ഇത് ഇട്ട് വറുത്തെടുത്തത്. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകും ഉലുവ ഇതിട്ട് കൊടുക്കണം. പൊട്ടിക്കഴിഞ്ഞ് കറിവേപ്പില, അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കായപ്പൊടിയും അല്പം കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഈ വിനാഗിരി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ മീൻ ഇട്ട് കൊടുക്കാൻ. മീനൂടി ഇട്ട് അരപ്പുമായിട്ടെല്ലാം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. സ്റ്റൗ ഓഫാക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു മത്തിയച്ചാറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.